നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളാണോ? അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞ് രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാതെ വർക്ക് സ്ട്രെസ്, വീട്ടിലെ കാര്യങ്ങള്, കുട്ടികളുടെ കാര്യങ്ങള് ഇങ്ങനെയൊക്കെ ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുവാണോ? എങ്കില് നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ് വന്നിരിക്കുന്നത്. ലൈഫ് വിത്ത് ലിയ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനോട് തന്നെ സംസാരിക്കുന്നത്, അതായത് നമ്മളുടെ ചിന്തകള്, പേടി, ടെൻഷൻ, സ്ട്രെസ് അതൊക്കെ നമ്മളോട് തന്നെ സംസാരിച്ച് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതിന് പകരം നമ്മളൊരു പേപ്പറിൽ എഴുതി നമ്മളുടെ ആ ഒരു ഫീലിങ്സ് ഫുള്ള് നമ്മൾ ആ പേപ്പറിൽ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ജേർണലിംഗ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. പ്രധാനമായും 3 ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. ആദ്യത്തേത് ഓവർ തിങ്കിങ്. നമ്മള് ഒരു കാര്യത്തെ പറ്റി പലതവണ ചിന്തിച്ച് നമ്മളുടെ തല പുണ്ണാക്കുന്ന ആ ഒരു സ്വഭാവം നമുക്ക് മാറിക്കിട്ടും. അതായത് നമ്മള് ഈ പേപ്പറിലേക്ക് എഴുതുമ്പോൾ നമുക്ക് അതവിടെ തീർന്നു, നമ്മളുടെ ആ ഒരു പ്രശ്നം അവിടെ തീരുവാണ്. നമ്മള് മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തു, നമുക്ക് ഭയങ്കര റിലീഫ് തോന്നും ആ സമയത്ത്. അതായത് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാ സ്ട്രെസ് കുറയ്ക്കുന്നത്? നമ്മളിപ്പം ഡ്യൂട്ടിക്ക്, അതായത് ജോലി സ്ഥലത്ത് എന്തെങ്കിലും നമ്മളെ ഓഫീസ് വർക്ക് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഈ പേപ്പറിലേക്ക് എഴുതുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആകുവാണ്. നമ്മൾ അത് എഴുതുന്ന കൂടെ തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷനും കൂടെ നമ്മൾക്ക് വരും. ഓക്കെ, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തത് കൊണ്ടല്ലേ നമുക്ക് ഇന്ന് അങ്ങനെ ഒരു സ്ട്രെസ് വരാൻ ഇടയായത് എന്നൊക്കെ ഒരു തിങ്കിങ് വരും നമ്മുടെ മനസ്സിലേക്ക്. അപ്പൊ നമുക്ക് ഭയങ്കര റിലീഫ് ആയിരിക്കും. മൂന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലതുപോലെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ലൊരു പ്ലാനിങ് കൂടെ നമുക്ക് ഈ ജേർണലിംഗ് വഴി നമുക്ക് കിട്ടും. അപ്പൊ എങ്ങനെയാ? ഒരു ബുക്ക് എടുത്ത് ഇന്ന് തന്നെ എഴുതി തുടങ്ങാം. ഇന്ന് വൈകിട്ട് ഇന്നത്തെ ദിവസം സംഭവിച്ച ഒരു നല്ല കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സ് തുറന്ന് എഴുതുക. അല്ലെങ്കിൽ ഇന്ന് എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതെന്താന്ന് നിങ്ങൾ മനസ്സ് തുറന്ന് ഒന്ന് എഴുതി നോക്കിക്കേ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ജേർണലിംഗ് എഴുതുന്നത് ശീലമാക്കി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ആ ബുക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ ആയിട്ട് മാറും. പിന്നെ ഈ ബുക്ക് എന്ന് പറയുമ്പം ഇപ്പൊ തുടക്കം നമ്മൾ എഴുതുമ്പോഴൊന്നും വലിയ പൈസയൊക്കെ കൊടുത്തൊരു ബുക്കൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിലുള്ള കുറച്ച് പേജസ് ഉള്ള ഒരു ബുക്ക് എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വലിയ ബുക്കുകളിലേക്കൊക്കെ എഴുതുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുക. ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമല്ലേ, അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക.